അപ്പോൾ ഡേ 1 ഇൻ മൂന്നാറാണ്. രാത്രിയിൽ നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഉറക്കവും കിട്ടി. പിന്നെ യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് റൂമിലിരുന്ന് പിന്നെ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റിന് പോയി. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സൈറ്റ് സീയിങ് ഇറങ്ങി. ആദ്യം തന്നെ മാട്ടുപ്പെട്ടി ലേക്ക് ആൻഡ് ഡാം കാണാനാണ് പോയത്. അവിടെ ഇപ്പോൾ കുറേ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് വെളിച്ചെണ്ണ, സ്പൈസസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് എല്ലാ കടകളും കയറി ഇറങ്ങിയൊക്കെ നോക്കി കണ്ടു. എനിക്ക് കുറച്ച് വെള്ളവും ഹൈറ്റും ഒക്കെ പേടിയുള്ളത് കാരണം പുറത്തു നിന്ന് കണ്ട് ലേക്കൊക്കെ ആസ്വദിച്ചു. വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ലേക്ക് ആയിരുന്നു ഇത്. പിന്നെ ഡാം ആണെങ്കിൽ ഞങ്ങൾ പോയപ്പോൾ വെള്ളം ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ എന്തോ ഇലക്ട്രിസിറ്റി ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അതും ഞങ്ങൾ മിസ് ചെയ്തു. പിന്നെ ഞങ്ങൾ പോയത് കാർമൽഗിരി എലിഫന്റ് പാർക്കിലേക്കാണ്. ആനസവാരി ആയിരുന്നു മെയിൻ ഗോള്. പക്ഷെ അവിടെ ചെന്നപ്പോഴും മനസ്സ് മാറി കേട്ടോ. ഇത്രയും ചൂടില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആൾക്കാരെ കയറ്റി സവാരി ചെയ്യുന്ന പാവ ആനകളെ കണ്ടപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞൊരു ക്രൂവൽറ്റി അല്ലേ എന്നാണ് തോന്നിയത്. ചില ആനകളൊക്കെ ഒത്തിരി ടയേർഡായിരുന്നു. അത്രയും ചൂടും ആ കയറ്റവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ ഭയങ്കര ടയേർഡായിരുന്നെന്നാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവരെ ഇനിയും വേദനിപ്പിക്കരുത്, നമ്മളും കൂടെ കയറി അവരെ വേദനിപ്പിക്കണ്ട. ആ പൈസയ്ക്ക് ഏതെങ്കിലും ഒരു ആനയ്ക്ക് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ പൈസയ്ക്ക് തന്നെ അവർ ഒരാനയ്ക്ക് പൈനാപ്പിൾ വാങ്ങിച്ചു കൊടുക്കാവുന്ന. വരുന്ന നമ്മുടെ ഹീറോ, അവനെ കുറേ നേരമായിട്ട് കെട്ടിയിട്ടിരിക്കുകയായിരുന്നേ. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവനെയും കൂടെ അവസാനമായിട്ട് അവർ കൊണ്ടുവന്നത് സവാരിക്കായിട്ട്. ഏറ്റവും ദേഷ്യം കൂടുതൽ ഇവനാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് കുട്ടികളെ കൊണ്ട് അവനൊരു കൊട്ട പൈനാപ്പിൾ വാങ്ങിച്ച് അവന് കഴിക്കാൻ കൊടുത്തു. അങ്ങനെ 5 മണിയായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിള്ളേരൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. ഓൺ ദ വേയിൽ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നേരെ റിസോർട്ടിലേക്ക് വിട്ടു. ഇന്ന് കുറച്ച് ടയറിങ് ആയിരുന്നു, മെയിനായിട്ട് ചൂടൊക്കെ കാരണം. അപ്പോൾ അടുത്ത ദിവസം എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിലൂടെ കാണാം.